കേരളത്തിലിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട്, സഭ ഏതുമായിക്കോട്ടെ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് പേരേ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ. ഒന്ന് പി സി ജോർജും, രണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും. കാരണം ഈ റിസ്ക് എല്ലാം എടുത്തുകൊണ്ട് തന്നെ സംഖ്യയാണ്, ക്രിസംഖ്യയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ഇതൊക്കെ ഈ അപമാനം മുഴുവൻ സഹിച്ചുകൊണ്ട് ആ അപ്പനും മകനും സമുദായത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ നിൽക്കാൻ ആത്മധൈര്യമുള്ളവർ, ഒഴുക്കിനെതിരെ തുഴയാൻ, ഒഴുക്കിനെതിരെ നീന്താൻ, ഇതിനൊക്കെ കെൽപ്പുള്ളവർ വേണ്ടേ ഒരു സമാജത്തിൽ? അതില്ലാത്തത് കൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ സ്വാധീനം കുറഞ്ഞു പോകുന്നത്, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത്. ഇത് ക്രിസ്ത്യാനികൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ വളരെ ശക്തമായ ഒരു പ്രദേശമാണ് കേരളം. ഇന്ന് സ്വന്തം ആവശ്യത്തിന് ഒന്ന് തെരുവിലിറങ്ങാനോ ലോക്സഭയിലോ രാജ്യസഭയിലോ സംസാരിക്കാനോ നിങ്ങൾക്ക് ആളില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഉള്ള ആൾ നിങ്ങളെ അനുകൂലിക്കാത്തത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കണം. ഇനിയെങ്കിലും പി സി ജോർജും ഷോൺ ജോർജും പറയുന്നത് സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. BJP-ക്കാർ പറയുന്നത് സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം.